മരണങ്ങളും അപകടങ്ങളും കണ്ട് മടുത്തുന്നു പോ. കോഴിക്കോട്ടെ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 32 വാഹനാപകടങ്ങളാണ് മുക്കം ഭാഗത്ത് മാത്രം ഉണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നാണ് പരാതി. ഞാനിപ്പോ ഈ റോഡും 12 വർഷമായി പണിയെടുത്ത്. ഈ റോഡ് പണി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ആക്സിഡന്റാണ്. എനിക്കറിയാം, ഞാൻ തന്നെ പറഞ്ഞ ഒരു 6ഓളം പേരെ തലച്ചോറ് റോഡ് വന്ന് വായിട്ടുണ്ട്. വണ്ടി ബൈക്കൊക്കെ വരികയാണെങ്കിൽ, പരിചയത്തിൽ വരികയാണെങ്കിൽ വണ്ടി നേരെ മറ്റേ വലിയ വണ്ടിന്റെ മുകളിലേക്ക് ചെല്ലുക. ഒരു പൊളഞ്ഞിട്ട് റോഡ് ചാലായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ ആഴ്ച അവിടെ കണ്ണം വെച്ച ഓട്ടോ പോലെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പാച്ച് വർക്ക് ചെയ്തെടുക്കും. അതാണ് ഈ റോഡിന്റെ അവസ്ഥ വരുന്നത്. ഈ റോഡിന്റെ ഇവിടെ പാലുണ്ട്. ഈ പാല് പൊളിഞ്ഞ് വീകാനായി. ഞാൻ ആ പരാതി കൊടുത്തതിനകത്ത് ഈ കമ്പനി വന്നിട്ട് അതിന്റെ അടി തേക്കായി ചെയ്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോഴും പൊട്ടി പൊളിഞ്ഞ് വീകാനായ. മഴ പെയ്താൽ ഡ്രെയിനേജ് ഇതവിടെ ഉണ്ട്. വെള്ളം റോഡിലൂടെ പോവാ. ഞാൻ നേരത്തെ കാണിച്ചതിന്റെ വിഷയത്തില് റോഡും കൂടെ ഈ റോഡൂടെ ഇങ്ങനെ വന്നിട്ട് നേരെ അക്കരെ എടുക്കും. നേരെ റോഡും കൂടെ ഒഴുകുക. പിന്നെ ഈ റോഡ് നോക്കി നിങ്ങൾ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു വലിയൊരു ഹൈവേ റോഡാണ്. എവിടെയെങ്കിലും ഒരു അപകട മേഖലയിലെ സിഗ്നലോ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഈ റോഡ് മേലെ നോക്കി. നിങ്ങൾ ഈ റോഡ് മേലെ എവിടെയെങ്കിലും സിഗ്നൽ ലൈറ്റ് ഉണ്ടോ? അതുപോലെ ആകെ വെച്ചാൽ ആ പിന്നെ കമ്പിയിലിന്റെ മുകളിൽ 2 ഡിഫക്റ്റ് ആ 2 സാധനം വെച്ചുള്ളൂ. വേറെ ഒരു അപകടം വരുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ സീബ്ര മര്യാദ വർക്ക് ചെയ്യുന്നില്ല, കാൽനടകരക്കുള്ള വരല്ല, ഒന്നുമില്ല ഇതിന്. പറഞ്ഞത് കേട്ടനുസരിച്ച് ഒരു കിലോമീറ്ററിന് 4.5 കോടി ഉറുപ്പിക പറയുന്നത് റോഡിന്. പിന്നെ നിങ്ങളെ ക്യാമറ ഏരിയയിൽ പോയാൽ മതി. ഫുള്ള് 2 സൈഡും എഡ്ജാ റോഡ്. എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞ് പറഞ്ഞു നോക്കി അപ്പോൾ ബൈക്കോ കാറോ എന്തോ ആക്സിഡന്റ് ആകും. അതാണ് ഒരു സംഭവം. മരണങ്ങളും അപകടങ്ങളും കണ്ട് മടുത്തിന്.